നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിലീജിയനും കസ്റ്റമുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഓക്കെ. സോ നമ്മുടെ സിലബസിൽ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൽ റിലീജിയൻ എന്ത് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിലീജിയനും കസ്റ്റമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യമൊന്നും ഡീൽ ചെയ്യേണ്ട. ഓരോ റിലീജിയനും, അതായത് ഈ ലോകത്തുള്ള ഓരോ റിലീജിയനും നമ്മൾ ഓരോരുത്തരും പാലിക്കുന്ന ആചാരങ്ങളുണ്ടല്ലോ, അതാണ് ഈ കസ്റ്റം. സോ നമ്മളെ ഓരോരുത്തരും ഓരോ റിലീജിയൻ ആയിരിക്കാം, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പാലിക്കുന്ന ഓരോ കസ്റ്റംസ് ഉണ്ടായിരിക്കും. ഈ പറയുന്ന കാര്യത്തിൻ്റെ ഡീറ്റെയിലിങ്ങിലോട്ടൊന്നും പോകുന്നില്ല. അതായത് വ്യത്യസ്ത റിലീജിയനെ പറ്റിയോ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയോ അതൊന്നുമല്ല നമ്മുടെ സിലബസ്. ഈ റിലീജിയൻസും കസ്റ്റംസും എല്ലാം തന്നെയും ഓരോ മനുഷ്യൻ്റെയും എത്തിക്കൽ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഓരോരുത്തരും ഒരു റിലീജിയന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ റിലീജിയൻ നമ്മളോട് പറയുന്നതെല്ലാം കറക്റ്റ് കാര്യങ്ങളായിരിക്കും. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം. സോ ഓരോ റിലീജിയനും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഓരോ ആചാരങ്ങളും ശരിക്കും നമ്മുടെ എത്തിക്കൽ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ രീതിയിൽ ജീവിക്കണം, നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കണം, നിങ്ങൾ ഈ രീതിയിൽ പെരുമാറണം എന്നൊക്കെ ഓരോ മതങ്ങളും പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ എത്തിക്കൽ വാല്യൂസ് കൂട്ടാനാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അല്ലാതെ ഒരു മതവും ഒരാചാരങ്ങളും തെറ്റ് ചെയ്യാനല്ല പ്രേരിപ്പിക്കുന്നത്. സോ നമ്മുടെ സിലബസ് അനുസരിച്ച് ഈ റിലീജിയൻ അല്ലെങ്കിൽ കസ്റ്റം എന്ന ടോപ്പിക്ക് വരുന്നത് തന്നെ എത്തിക്കൽ ബിഹേവിയറിൻ്റെ ബേസിൽ മാത്രമാണ്. അതിൽ കൂടുതലായിട്ട് ഒന്നും ചിന്തിക്കേണ്ട. ഇവിടെ ജാതിയെ പറ്റിയോ മതത്തിനെ പറ്റിയോ ആചാരത്തിനെ പറ്റിയോ അങ്ങനൊന്നുമല്ല പറയുന്നത്. നമ്മുടെ സിലബസ് അനുസരിച്ച് പറയുന്നത് ഓരോ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും എത്തിക്കൽ ബിഹേവിയർ ഷേപ്പ് ചെയ്യാൻ അവൻ വിശ്വസിക്കുന്ന റിലീജിയൻ സഹായിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ മാത്രം കേട്ടാൽ മതി. അല്ല നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് പോകുകയൊന്നും വേണ്ട. റിലീജിയൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കല്ല നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ജാതിയെ പറ്റിയോ മതത്തിനെ പറ്റിയോ ഒന്നുമല്ല പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ റിലീജിയൻ നമ്മളോട് കൃത്യമായിട്ട് കറക്റ്റായിട്ട് എത്തിക്കൽ ബിഹേവിയർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണലി അല്ലെങ്കിൽ പ്രൊഫഷണലി കൃത്യമായിട്ടൊരു തീരുമാനമെടുക്കാൻ നമ്മൾ വിശ്വസിക്കുന്ന റിലീജിയൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഓക്കെ. സോ നമ്മൾ വിശ്വസിക്കുന്ന ആചാരങ്ങളും ഞാൻ ഏത് മതത്തിൽ ഏത് ജാതിയിലാണോ പെട്ടിരിക്കുന്നത് അവർ നമ്മെ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ടുള്ള എത്തിക്കൽ ബിഹേവിയർ ആയിരിക്കും. ഈ ഒരു സെൻസിലാണ് ഈ സിലബസിൽ വന്നിരിക്കുന്നത്. ഓക്കെ. അല്ലാതെ ഇങ്ങനൊരു സബ്ജക്റ്റ് എടുത്ത് വെച്ചിട്ട് ഇതിലിപ്പോൾ എന്തിനാണ് ഈ ജാതിയും മതവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനല്ല. ജാതിയെപ്പറ്റിയോ മതത്തിനെ പറ്റിയോ ഒന്നും പഠിക്കുന്നില്ല. കൃത്യമായിട്ട് ഇത്രേ പറയുന്നുള്ളൂ. ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മുടെ എത്തിക്കൽ ബിഹേവിയറിന് നമ്മൾ വിശ്വസിക്കുന്ന ചില ആചാരങ്ങളും ഞാൻ ഉൾപ്പെടുന്ന ഒരു മതമുണ്ടല്ലോ, റിലീജിയൻ, ഇതെല്ലാം തന്നെയും എൻ്റെ എത്തിക്കൽ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന രീതിയിൽ മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കാര്യം ഇത് വളരെ സെൻസിറ്റീവായൊരു ടോപ്പിക്കാണ്. അല്ലാതെ റിലീജിയനെ പറ്റിയോ ഓരോ റിലീജിയൻ്റെയും കാര്യത്തിനെ പറ്റിയോ അങ്ങനൊന്നുമല്ല. ഇവിടെ റിലീജിയനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. ഓരോ റിലീജിയനും നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്, കൃത്യമായിട്ട് എത്തിക്കൽ വാല്യൂസ് പാലിച്ച് മുന്നോട്ട് പോയിരിക്കണം. ആ രീതിയിലെ ടോപ്പിക്കിനെ കാണാവൂ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കസ്റ്റം, ആചാരം? ഓരോ മതത്തിനും ഓരോ ആചാരങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ആചാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിലീഫ്സ് ആൻഡ് ബിഹേവിയേഴ്സാണ്. ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷനിലും ഓരോ റിലീജിയൻ്റെ ബേസിൽ ആചാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കല്യാണം, ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാം, വെഡ്ഡിങ്. ഓരോ മതത്തിൽപ്പെട്ടവർക്കും ഓരോ രീതിയിലാണ് കല്യാണം നടത്തുന്നത്. ആ കല്യാണം നടത്തുന്ന രീതിയാണ് നമ്മൾ കസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഹിന്ദുസിൻ്റെ കല്യാണം പോലെ ആയിരിക്കില്ല മുസ്ലിം വിവാഹങ്ങൾ, ഇതുപോലെ ആയിരിക്കില്ല ക്രിസ്ത്യൻ വിവാഹങ്ങൾ. സോ ഓരോ റിലീജിയൻ അനുസരിച്ച് വിവാഹത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ കസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ റിലീജിയനും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചില രീതികളുണ്ട്, ചില ബിഹേവിയർ ഉണ്ട്, ചില പ്രാക്ടീസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മെയിനായിട്ട് കസ്റ്റം എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളായിട്ട് കല്യാണത്തിന് ഓരോ മതത്തിൻ്റെയും കല്യാണങ്ങൾ ഓരോ ആചാരം അനുസരിച്ചാണ്. നമുക്കത് കാണുമ്പം തന്നെ അറിയാം. ഇപ്പോൾ ഹിന്ദു മാരേജ്, ക്രിസ്ത്യൻ മാരേജ്, മുസ്ലിം മാരേജിന് അവരുടേതായ ആചാരങ്ങളുണ്ട്. ഈ ഓരോ കസ്റ്റവും അവരെ പഠിപ്പിക്കുന്നത് ഒരു എത്തിക്കൽ ബിഹേവിയർ ആയിരിക്കും. ഏതാണ് ശരി ഏതാണ് തെറ്റ് അങ്ങനല്ല നമ്മുടെ ടോപ്പിക്ക്. നമ്മൾ ഓരോ മതത്തിലും വിശ്വസിക്കുന്ന എല്ലാ കസ്റ്റംസും നമ്മളെ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ടുള്ള എത്തിക്കൽ ബിഹേവിയർ ആയിരിക്കും. മറ്റൊന്ന് ഫെസ്റ്റിവൽസ്. ഓരോ റിലീജിയനും അവരുടേതായ ഫെസ്റ്റിവൽസ് കാണും. ഇപ്പോൾ ഹിന്ദുസിന് അവരുടേതായ ഫെസ്റ്റിവൽസ് ഉണ്ട്, ക്രിസ്ത്യൻസിന് അവരുടേതായ ഫെസ്റ്റിവൽസ് ഉണ്ട്, മുസ്ലിംസിന് അവരുടേതായ ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇത് മൂന്നും മാത്രമല്ല റിലീജിയൻ. എന്നാലും എക്സാമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മാത്രം പറയുന്നതേ ഉള്ളൂ. ഓക്കെ. ഈ മൂന്ന് മതങ്ങൾക്കും അവരുടേതായ ആചാരങ്ങൾ അനുസരിച്ചാണ് ഓരോ ചടങ്ങുകൾ. ഇപ്പോൾ ക്രിസ്തുമസ് ആണെങ്കിലും ഈദുൽ ഫിത്തർ ആണെങ്കിലും ദീപാവലി ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനും ആഘോഷിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ശരിയായ കാര്യങ്ങൾ ചെയ്യണം. ദെൻ ഡയറ്ററി പ്രാക്ടീസ്, നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഓരോ രീതി അനുസരിച്ച് ഓരോ ആചാരം അനുസരിച്ച് ചിലർ ചില ഭക്ഷണങ്ങൾ കഴിക്കാറില്ല, ചിലർ കൂടുതൽ കഴിക്കും, ചിലർ രാവിലെ മാത്രമേ കഴിക്കൂ, ചിലർ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ചിലർ കഴിക്കാറില്ല. അത്തരത്തിൽ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം തന്നെയും ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കസ്റ്റം, ഈ ആചാരങ്ങളെല്ലാം
നമ്മളെ നല്ലതിന് വേണ്ടിയാണ് എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ദെൻ ഇനി എന്താണ് റിലീജിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു സ്പിരിച്വൽ ട്രൂത്ത്, അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഒരു വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇൻ കോമൺ ആയിട്ട് നമ്മൾ ഒരു റിലീജിയൻ്റെ കീഴിലായിരിക്കും വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹിന്ദു ആചാരപ്രകാരം ഇങ്ങനെയാണ്, മുസ്ലിം ആചാരപ്രകാരം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇസ്ലാം ആചാരപ്രകാരം ഇങ്ങനെയാണ്, ക്രിസ്ത്യാനിറ്റി അനുസരിച്ച് ഇന്നതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മതത്തിൽ പെട്ടു എന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ ഏത് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണോ ജീവിക്കുന്നത് ആ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഒരു കോമൺ ആയിട്ട് വിളിക്കുന്ന സംഭവമാണ് റിലീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, നമ്മുടെ സബ്ജക്റ്റിൽ റിലീജിയനും കസ്റ്റവും ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. ഇവിടെ ജാതിയോ മതമോ ആചാരമോ അല്ല നമ്മുടെ ടോപ്പിക്ക്. ഇതെല്ലാം തന്നെയും മനുഷ്യൻ്റെ ഗുഡ് എത്തിക്കൽ ബിഹേവിയറിന് വേണ്ടിയാണ്. ഇതാണ് മെയിനായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എത്തിക്കൽ തിയറീസ്? ഈ കസ്റ്റമും റിലീജിയനും ഒക്കെ ഫോളോ ചെയ്യുന്നവർ പ്രധാനമായിട്ടും നമ്മൾ ഫോളോ ചെയ്യുന്ന എത്തിക്കൽ തിയറീസ്, ഫസ്റ്റ് വൺ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കോൺസിക്വൻസി അപ്രോച്ച് അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയനിസം വരുന്നുണ്ട്. യൂട്ടിലിറ്റേറിയനിസം അനുസരിച്ചാണെങ്കിൽ കോൺസിക്വൻസ് ആണ് നോക്കുന്നത്. അതായത് ഒരു മതം ഒരു കാര്യം ചെയ്യാൻ പറയുന്നു, ശ്രദ്ധിച്ച് കേട്ടോ, എന്ത് മതമോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരാചാരം അനുസരിച്ച് നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുവാണ്. അങ്ങനെ ആവശ്യപ്പെടുന്നതിന് അവർ പറയുന്ന തിയറി, ആ മതം പറയുന്ന തിയറി എന്ന് പറയുന്നത് ആ മതത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് നല്ല കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഞാൻ പറഞ്ഞ മനസ്സിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ എക്സ് എന്നൊരു റിലീജിയൻ, ഞാൻ റിലീജിയൻ്റെ പേര് പറയുന്നില്ല, എക്സ് എന്നൊരു റിലീജിയൻ പറയുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഈ മതത്തിൽ വിശ്വസിക്കുന്ന എക്സ് എന്ന റിലീജിയനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാം എന്നവർ പറയുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അത്തരമൊരു ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് ആ മതത്തിൽ വിശ്വസിക്കുന്ന ഗ്രേറ്റ് നമ്പർ ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ നല്ലത് സംഭവിക്കുന്നുണ്ട്. ആ കോൺസിക്വൻസ് ഔട്ട്കം എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ ആ മതം പറയുന്നു നമുക്ക് ഇങ്ങനെ ഒരു ആചാരം അനുഷ്ഠിക്കാം. കാര്യം ഇങ്ങനെ ഒരു ആചാരം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ മതത്തിൽപ്പെട്ട ഒരുപാട് പേർക്ക് ജീവിതത്തിൽ നല്ലത് സംഭവിക്കുന്നുണ്ട്. അപ്പം നല്ല ഔട്ട്കം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രവൃത്തി ചെയ്യാം എന്ന രീതിയിൽ മതങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, രണ്ടാമതെന്ന് പറയുന്നത് ലോ അനുസരിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ നമ്മുടെ മതത്തിനനുസരിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവും കൂടെ അനുസരിച്ചാണ് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളാരും മോഷ്ടിക്കരുത്. ഒരു ആചാരമായിട്ട് ഒരു മതം പറയുവാണ് നമ്മൾ കളവ് പറയരുത്, നമ്മൾ മോഷ്ടിക്കരുത്, നമ്മൾ തെറ്റ് ചെയ്യരുത്, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു നിയമവും കൂടെ ഉണ്ട്. കാര്യം അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആ മതത്തിനെതിരാണെന്ന് മാത്രവുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിനും കൂടെ എതിരാണ്. അപ്പോൾ അങ്ങനെ റൂൾ ബേസ്ഡ് അപ്രോച്ച് എടുക്കാൻ പറ്റും. അത് എക്സ് എന്ന റിലീജിയനിൽ വിശ്വസിക്കുന്നവരാരും ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ആ മതത്തിൻ്റെ മാത്രമല്ല, അതൊരു പെർട്ടിക്കുലർ റൂളും കൂടെ ആണെങ്കിൽ അതാണ് ഈ പറയുന്ന ഡെൻറ്റോളജി അപ്രോച്ച്. ഇത് തൊട്ടുമുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ബിസിനസ് നഷ്ടത്തിലായാലും ശരി തന്നെ ലേബർ ലോ അനുസരിച്ച് എല്ലാവർക്കും ഫെയർ വേജസ് കൊടുക്കണമെങ്കിൽ കൊടുത്തേക്കുക. പ്യുവർലി നിയമം അനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ നമ്മുടെ മതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ രാജ്യത്തെ നിയമത്തിനും കൂടെ അനുസരിച്ചാണ് പോണതെങ്കിൽ കൃത്യമായിട്ട് അത് പാലിക്കാൻ ആവശ്യപ്പെടുക. മറ്റൊന്നെന്ന് പറയുന്നത് ദെൻ ക്യാരക്ടർ ബേസ്ഡ് ആണ്, വിർച്വൽ എത്തിക്സ് എന്ന് പറയും. ഓക്കെ, ക്യാരക്ടർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും സത്യസന്ധരായിരിക്കണം, കമ്പാഷനേറ്റ് ആയിരിക്കണം, അതായത് വിധിയിൽ വിശ്വസിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കണം, കൈൻഡ്നെസ് ഉണ്ടാവണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയത്തില്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ വിർച്വൽ എത്തിക്സ് ആണ്. അത് നിങ്ങളുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യും. സോ ഇൻ ഷോർട്ട്, പ്രധാനമായിട്ടും റിലീജിയനും കസ്റ്റമും ഒക്കെ വിശ്വസിക്കുന്ന പ്രധാനമായിട്ടും 3 തിയറീസാണ്. ഒന്ന്, നമ്മുടെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ന കാര്യം ചെയ്യുന്നത് കൊണ്ട് നല്ല ഔട്ട്കം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം എന്ന് മതം പറയും. 2, നമ്മുടെ രാജ്യത്തെ നിയമങ്ങളും കൂടെ അലൈൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യരുത്, കള്ളം പറയരുത്, മോഷ്ടിക്കരുത്, അത് ചെയ്യരുത്, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത്, മറ്റുള്ളവരെ ദ്രോഹിക്കരുത് എന്നൊക്കെ പറയുന്നത് മതപരമായിട്ടാണ്. കൂടാതെ അതിനകത്തൊരു ലോയും ഉണ്ട്, ഒരു റൂളും ഉണ്ട്. മറ്റൊന്ന്, നിങ്ങൾക്ക് സ്വമേധയായിട്ട് നിങ്ങളുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സത്യസന്ധരായിരിക്കണം, എല്ലാവരോടും സഹാനുഭൂതി ഉണ്ടായിരിക്കണം, മറ്റുള്ളവരെ സഹായിച്ചിരിക്കണം, ചാരിറ്റി ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്ന കണക്ക്, വിശക്കുന്നവൻ ആഹാരം കൊടുത്തിരിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ക്യാരക്ടർ ബേസ്ഡ് ആണ്. അങ്ങനെ ചെയ്തില്ല എന്ന് കരുതി കേസൊന്നും ആവാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ വിശക്കുന്നവൻ ആഹാരം കൊടുത്തില്ല എന്ന് കരുതി ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? ഇല്ല. പക്ഷേ നിങ്ങളത് ചെയ്യണം. അങ്ങനെയും വേണമെങ്കിൽ മതങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ പ്രധാനമായിട്ടും ഇതൊക്കെയാണ് മതങ്ങൾ ഉൾക്കൊള്ളുന്ന തിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് അനലൈസ് ചെയ്താൽ, അതായത് ഈ പറഞ്ഞ തിയറീസിന് ഈ പറയുന്ന
ഓരോ തിയറീസിനെയും ഓരോ കസ്റ്റംസ് ആയിട്ട് ഒന്ന് അലൈൻ ചെയ്താൽ, ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ വെഡ്ഡിങ് എടുക്കാം, വിവാഹമായിട്ട് ബന്ധപ്പെട്ടെടുക്കാം. ഇപ്പോൾ യൂട്ടിലിറ്റേറിയൻ തിയറി ആണെങ്കിൽ, യൂട്ടിലിറ്റേറിയൻ തിയറി ആണെന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ ഔട്ട്കമാണ് നോക്കുന്നത്. നിങ്ങളുടെ വിവാഹം നടത്താനായിട്ട് ചടങ്ങുകൾ പറയത്തില്ല, ഇന്ന ചടങ്ങ് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം. അതിനകത്ത് കൃത്യമായിട്ടൊരു സോഷ്യൽ ബോണ്ട് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ഒരുപാട് ആൾക്കാരെയൊക്കെ വിളിക്കുന്നത്? ഈ കല്യാണത്തിന് എന്തിനാണ് ഒരുപാട് ആളുകളെ വിളിക്കുന്നത്? ഒരു ചെറുക്കൻ, ഒരു പെണ്ണ്, ചെറുക്കൻ്റെ പേരൻസ്, പെൺകുട്ടിയുടെ പേരൻസ്, വേണമെങ്കിൽ 2-3 ബന്ധുക്കളും കൂടി ഇരിക്കട്ടെ, ഒരു 4-5 സുഹൃത്തുക്കളും ഇരിക്കട്ടെ, എല്ലാം കൂടെ പോയിട്ട് ഒരു 50 പേര് ഇരിക്കട്ടെ. കോവിഡ് ടൈം അങ്ങനെയൊക്കെ നടന്നതല്ലേ, അന്നും കല്യാണമൊക്കെ നടന്നൊരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്ന, എന്തിനാണ് ഈ 1500 പേരെ വിളിക്കുന്നത്? എന്തിനാണ് കല്യാണത്തിന് 1500-2000 പേരെ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഔട്ട്കം, അങ്ങനെ വിളിച്ച് കല്യാണം നടത്തുന്നുള്ള ഔട്ട്കം പോസിറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊരു സോഷ്യൽ ബോണ്ടാണ്. ഇറ്റ് പ്രൊമോട്ട് ഹാപ്പിനെസ്. കുറേ ആളുകൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സാഹചര്യമൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും പല ബന്ധുക്കൾ തമ്മിൽ കാണുന്നത് തന്നെ വല്ല കല്യാണമൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒരുപാട് ആളുകളെ വിളിച്ച് ആർഭാടമായിട്ട് നടത്തുന്നതിൽ നല്ല ഔട്ട്കം കിട്ടുന്നുണ്ടെങ്കിൽ കല്യാണങ്ങൾ അങ്ങനെ നടത്താം. ഇനി അതല്ല, അതിന് ക്രിറ്റിസിസവും വരാറുണ്ട്. ആ ഒരു ഔട്ട്കമ്മിനേക്കാളും ഇതൊരുപാട് ചിലവാണ്, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, കല്യാണം എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ കാര്യമല്ലേ, കുറച്ച് ആൾക്കാരെ വിളിച്ചാൽ മതി എന്ന രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയും നടത്താം. അപ്പോൾ ഇതിലേത് ഔട്ട്കമാണ് ആ ഫാമിലി, ആ മതം അനുസരിച്ച് ആ ഫാമിലി ഇതിൽ ഏത് ഔട്ട്കമാണോ തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ചാണ് അവർ കല്യാണം നടത്തുന്നത്. ഇപ്പോൾ 10 പേരെ വെച്ച് കല്യാണം നടത്തിയാൽ ഒരു കേസും ആവാൻ പോകുന്നില്ല. 1500 പേരൊന്നും വേണ്ട കല്യാണത്തിന്. പക്ഷേ അവർ നോക്കുമ്പം എല്ലാവരെയും വിളിക്കാം, കാര്യം എല്ലാവരും കൂടെ ഒത്തുകൂടട്ടെ, ഒരു സന്തോഷമല്ലേ. അങ്ങനെയാണെങ്കിൽ യൂട്ടിലിറ്റേറിയൻ അപ്രോച്ച് അനുസരിച്ച് ആ ഔട്ട്കം ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. ദെൻ ഇനി ലീഗൽ അനുസരിച്ച് നിയമപരമായിട്ടാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ആചാരങ്ങളുണ്ട്, ഈ ക്രിസ്മസ്, ദീപാവലി എന്നൊക്കെ പറയത്തില്ലേ, അത്തരം ആചാരങ്ങൾ നിയമം അനുസരിച്ചാണ് നടത്തുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 10 മണിക്ക് ശേഷം പടക്കം പൊട്ടിക്കരുത്, 10 മണിക്ക് ശേഷം പടക്കം പൊട്ടിക്കുന്നില്ല എന്ന രീതിയിലാണെങ്കിൽ അതൊരു കൃത്യമായിട്ട് അങ്ങനെ അവർക്ക് അനലൈസ് ചെയ്യാം. ഇപ്പോൾ ഡെൻറ്റോളജി അപ്രോച്ച് അനുസരിച്ചാണെങ്കിൽ, ഇപ്പോൾ പോലീസ് പറയുവാണ് ദീപാവലിക്ക് രാത്രി 10 മണിക്ക് ശേഷം പടക്കം പൊട്ടിക്കരുത്, അത് കൃത്യമായിട്ട് നിങ്ങൾ അനുസരിക്കണം. അതാണ് ഈ ഡെൻറ്റോളജി അപ്രോച്ച് എന്ന് പറയുന്നത്. അത് പറ്റത്തില്ല, എൻ്റെ മതം അനുസരിച്ച് എനിക്ക് രാത്രി 12 മണിക്ക് പൊട്ടിക്കാം, അങ്ങനെ തർക്കിക്കാൻ പോവരുത്. നമ്മൾ ഈ ഡെൻറ്റോളജി അപ്രോച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ലോ ബേസ്ഡ് ആണ്. അപ്പം നമ്മുടെ ആഘോഷങ്ങളെല്ലാം തന്നെയും നിയമം അനുസരിച്ച് നടത്തിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതല്ലാതെ ആർക്കും ഹാംഫുൾ ആവരുത്. അതാ ഞാൻ എക്സാമ്പിൾ പറയുന്നത്. ഇപ്പോൾ നിലവിൽ ദീപാവലിക്ക് 10 മണിവരെ എന്തോ ഉള്ളൂ പടക്കം പൊട്ടിക്കാൻ പെർമിഷൻ. എൻ്റെ മതത്തിനെതിരായിട്ടാണ് ഈ നിയമം എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലരുത്. ഞാൻ എൻ്റെ മതത്തിന് ഡെൻറ്റോളജി അപ്രോച്ച് എടുക്കുന്നുണ്ട്. ഡെൻറ്റോളജി അപ്രോച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എൻ്റെ മതത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിയമത്തിനും കൂടെ ഞാൻ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ തിയറി അനുസരിച്ച് തന്നെയാണ് നമ്മൾ പെരുമാറുന്നത്. ഇപ്പോൾ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുമ്പോൾ ഇത്ര ശബ്ദത്തിന് മേളിൽ പൊട്ടിക്കാൻ പാടില്ല, അങ്ങനെ ഓരോന്ന് കൃത്യമായിട്ട് പറയാം, അത് അനുസരിക്കണം. അവിടെ അല്ലാതെ എൻ്റെ മതം പറഞ്ഞിട്ടുണ്ട് എത്ര ശബ്ദത്തിൽ പൊട്ടിക്കാം എന്നല്ല പറയേണ്ടത്. ഓരോ റിലീജിയനും ഡെൻറ്റോളജി അപ്രോച്ചും കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അതാണ് ഈ പറയുന്ന ഫെസ്റ്റിവൽസ്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത് ഒരുപാട് ആഘോഷങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയാണോ തെറ്റാണോ എന്നൊരു ചോദ്യമുണ്ട്. ഒരുപാട് ആളുകളുടെ യാത്രാ സൗകര്യം മുടക്കിയിട്ടായിരിക്കും പല ഫെസ്റ്റിവലും റോഡിൽ ആഘോഷിക്കുന്നത്. അപ്പോൾ റോഡിൽ അങ്ങനെ ആഘോഷിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരിതാണ് ആദ്യം നോക്കുന്നത്. അങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്ത് ഒരുപാട് ആഘോഷിക്കുമ്പോൾ ആ പർട്ടിക്കുലർ ആചാരം, ആ പറയുന്ന ആ ആളുകൾക്കുണ്ടാകുന്നൊരു ഹാപ്പിനെസ് കൂടുതലാണെന്ന് തോന്നാം. ഇപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമില്ല. ഒരാൾ പോലും റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നില്ലെങ്കിൽ അവരങ്ങ് പോയിക്കോളും. അപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്യുന്നതാരാ? ജനങ്ങളാണ്. അപ്പോൾ അവർ ആ ഒരു ആഘോഷം അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യൂട്ടിലിറ്റേറിയൻ തിയറി അനുസരിച്ച് സർക്കാർ എന്താ ചെയ്യുന്നത്? റോഡ് ബ്ലോക്ക് ചെയ്യാൻ അനുമതി കൊടുത്തിട്ട് വാഹനങ്ങൾ തിരിച്ചു വിടും. അപ്പോൾ അവിടുത്തെ ഔട്ട്കം എന്ന് പറയുന്നത് അങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്ത് അടക്കം ആഘോഷിക്കുന്നത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അതാണ് യൂട്ടിലിറ്റേറിയൻ തിയറി. എന്നാൽ അവിടെ പ്യൂർ ഡെൻറ്റോളജി തിയറി വന്നിരുന്നെങ്കിൽ, ഇങ്ങനെയാണ് ചിന്തിച്ചിരുന്നെങ്കിൽ ആളുകൾ ആരും ആ റോഡിൽ കയറി നിൽക്കത്തില്ല. നമുക്ക് റോഡൊന്നും ബ്ലോക്ക് ചെയ്യേണ്ട, ചെറിയ ആഘോഷം മതി ചിന്തിച്ചേനം. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം പരിഗണിച്ച് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന റിലീജിയനും കസ്റ്റമും എല്ലാം മുന്നോട്ട് പോകുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ തിയറീസ് എല്ലാം കസ്റ്റംസിനും റിലീജിയനും ഒരുപോലെ ആപ്ലിക്കബിൾ ആവാത്തത്? അതായത് ഒരു പെർട്ടിക്കുലർ തിയറി എടുത്ത് വെച്ചിട്ട്, ഒരു എത്തിക്കൽ തിയറി എടുത്ത് വെച്ചിട്ട് അത് എല്ലാ റിലീജിയനും കാസ്റ്റിനും കസ്റ്റംസിനും എല്ലാം ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് എത്തനോസെൻട്രിസം. എത്തനോസെൻട്രിസം എന്ന് പറയുന്നത് എൻ്റെ ജാതി അല്ലെങ്കിൽ എൻ്റെ മതം, എൻ്റെ ആചാരത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ ആചാരങ്ങളെ കളിയാക്കുന്ന പരിപാടിയുണ്ട്. അതായത് ഒരേ എത്തിക്കൽ വാല്യൂ, ഒരേ എത്തിക്കൽ റൂള് എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആവില്ല. അങ്ങനെ അപ്ലൈ ചെയ്യാൻ നിന്നാൽ ചിലർക്ക് മാത്രമേ അത് സ്യൂട്ടബിൾ ആകൂ, ചിലർക്ക് ചിലപ്പോൾ അത് സ്യൂട്ടബിൾ ആവില്ല. അതായത് ഒരു പെർട്ടിക്കുലർ റിലീജിയൻ ഓക്കെ ആകുന്ന കൾച്ചറൽ നോംസ് മറ്റൊരു മതത്തിന് ചിലപ്പോൾ ഓക്കെ ആവണമെന്നില്ല. അതിലെല്ലാവരും ഒരുപോലെ പാലിക്കണമെന്നാണെങ്കിൽ ചില മതത്തിൽ നിന്ന് മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. പരസ്പരം ചിലപ്പോൾ ഒരു കളിയാക്കം ഉണ്ടാവും.
അതായത് ഇത് ഞങ്ങൾക്കാണ് സ്യൂട്ടബിൾ ആകുന്നത്, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്നില്ല എന്ന കളിയാക്കലോട്ട് പോകുന്നതിനാണ് എത്തനോസെൻട്രിസം എന്ന് പറയുന്നത്. മറ്റൊന്ന് കൾച്ചറൽ റിലേറ്റീവ്സും ഉണ്ട്. എല്ലാ മതങ്ങളും എല്ലാ ജാതിയും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഒന്നും ഒരുപോലല്ല. അപ്പോൾ ചിലർക്ക് ശരി എന്ന് തോന്നുന്നത് ചിലർക്ക് തെറ്റായിട്ടായിരിക്കും തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആ കാര്യം ശരിയായിട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ റിലീജിയൻ അങ്ങനെയാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, സെൻസിറ്റീവ് ടോപ്പിക്കാണ്. എനിക്കൊരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേര് പറഞ്ഞ് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ചില റിലീജിയൻസിന് ചില കാര്യങ്ങൾ ശരിയെന്ന് തോന്നും, പക്ഷേ അത് മറ്റു റിലീജിയന് തെറ്റായിട്ടായിരിക്കും തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇത് ഒരുപോലെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് എല്ലാ റിലീജിയനും ഒരുപോലത്തെ തിയറീസ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. എന്നിരുന്നാലും ഇവിടെ ആരും തമ്മിൽ അടിയും വഴക്കൊന്നും ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട സൊല്യൂഷൻ, ഓരോരുത്തരും ഓരോ രീതിയിലാണെങ്കിലും ഒന്ന് പ്രൊമോട്ടിങ് ഡയലോഗ്. ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട്. ആ ഒരു ഡൈവേഴ്സ് കസ്റ്റമിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് എക്സ് എന്ന റിലീജിയനിലാണ്, എൻ്റെ റിലീജിയൻ എക്സ് ആണെന്ന് വിചാരിച്ചു. ഞാൻ വൈ എന്ന റിലീജിയൻ്റെ എല്ലാ ആചാരങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളും ഓക്കെയാണ്, അല്ലാതെ ഞാൻ ഇവിടെ ഒന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് കേട്ടോ എന്ന് പറയാൻ പാടില്ല. അതാണ് ഈ പ്രൊമോട്ടിങ് ഡയലോഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് പ്യുവർ എഡ്യൂക്കേഷൻ. ഇത് കുട്ടിക്കാലത്തേ കൊടുക്കണം. അതായത് നിങ്ങളെല്ലാവരും ഒന്നാണ്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലേ നമ്മൾ പഠിച്ച് തുടങ്ങുന്നത് തന്നെ പ്രതിജ്ഞ, ഇന്ത്യ ഈസ് മൈ കൺട്രി. അതൊരു എഡ്യൂക്കേഷനാണ്. സ്കൂളിൽ എല്ലാ ദിവസവും രാവിലെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒന്നാണ്. ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന റിലീജിയൻ വേറെ ആയിരിക്കും, നമ്മുടെ കാസ്റ്റ് വേറെ ആയിരിക്കും, നമ്മുടെ കസ്റ്റംസ് വേറെ ആയിരിക്കും, നമ്മുടെ ബിലീഫ് വേറെ ആയിരിക്കും, നമ്മുടെ കൾച്ചറൽ നോംസ് വേറെ ആയിരിക്കും, അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇവരെല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷനാണ്. നെക്സ്റ്റ് ഈസ് ബാലൻസ്ഡ് അപ്രോച്ച്. ബാലൻസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഏരിയ, ഒരു പഞ്ചായത്താണെന്ന് വിചാരിച്ചോ, അവിടെ ചിലപ്പം എക്സ് എന്ന റിലീജിയൻ്റെ ആരാധനാലയം കാണും, വൈ എന്ന റിലീജിയൻ്റെ ആരാധനാലയം കാണും, ഇസഡ് എന്ന റിലീജിയൻ്റെ ആരാധനാലയം കാണും. ഇവർക്ക് 3 പേർക്ക് ഉത്സവങ്ങളുണ്ടല്ലോ, ഫെസ്റ്റിവൽസ്. ഈ 3 ഫെസ്റ്റിവലും ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരേ രീതിയിൽ കാണണം. അല്ലാതെ ഈ പഞ്ചായത്തിൽ ജനസംഖ്യ കൂടുതൽ എക്സ് റിലീജിയൻ ആയതുകൊണ്ട് അവരുടെ ഫെസ്റ്റിവലിന് കൂടുതൽ അനുമതി കൊടുക്കുകയും മറ്റുള്ളവർ ഫെസ്റ്റിവൽ നടത്തുമ്പോൾ നിങ്ങൾ റോഡിൽ ഇറങ്ങാൻ പാടില്ല, നിങ്ങൾ 8 മണിക്ക് തന്നെ നിർത്തിയിരിക്കണം, അങ്ങനെയൊന്നും പറയരുത്. എല്ലാ റിലീജിയൻ്റെ എല്ലാ ആചാരങ്ങളും എല്ലാ ഫെസ്റ്റിവൽസിനും തുല്യ പ്രാധാന്യം കൊടുത്ത് ആഘോഷിക്കാനും അവരുടെ വിശ്വാസങ്ങൾക്ക് ഈക്വലൈസേഷൻ കൊടുക്കണം. അതായത് യൂണിഫോമിറ്റി കൊടുക്കണം. ആരെന്ത് ആഘോഷമാണെങ്കിലും എല്ലാത്തിനും തുല്യത കൊടുക്കുക. ഈ രീതിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. തൽക്കാലം ഇതിനിടയ്ക്കുണ്ടാകുന്ന അടിയും വഴക്കമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ തൊട്ടടുത്തിരുന്ന് പഠിക്കുന്നവൻ ഏത് റിലീജിയൻ ആയാലും ഏത് കസ്റ്റമായാലും എന്താണെങ്കിലും ശരി നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്, നമ്മുടെ സിസ്റ്ററും ബ്രദറും ഒക്കെ തന്നെ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്തവരാണ്, നമുക്കങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ട്. ദെൻ നിങ്ങൾ പഠിക്കുന്ന സ്കൂളായാലും കോളേജായാലും അതവിടെ അങ്ങനെ വേർതിരിവൊന്നും ഇല്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു വേർതിരിവ് കാണുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും സ്കൂൾ കോളേജസ് ആണെങ്കിലും നമ്മുടെ സൊസൈറ്റി ആണെങ്കിലും എല്ലാവരും എല്ലാ റിലീജിയനെയും കസ്റ്റമിനെയും കാസ്റ്റിനെയും എല്ലാം ഒരുപോലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ കണ്ടു വളർന്നത്. അതാണ് ഈ ബാലൻസ്ഡ് അപ്രോച്ച്.